ഐ ഹാഡ് വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. മാക്രോ കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷേ എന്തിനാണോ എങ്ങനെയാണോ ഒന്നും നമുക്കറിയില്ല. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ആദ്യം ഡെവലപ്പറാണ് നമുക്ക് വേണ്ടത്. എന്താ വെച്ചാൽ കസ്റ്റമൈസ്ഡ് റിപ്പയറിൽ പോയിട്ട് നമ്മൾ ഡെവലപ്പർ പറയണത് ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഡെവലപ്പറിൽ നമുക്കാണ് മാക്രോ കാണാൻ പറ്റുന്നത്. സോ അതായത് നമുക്ക് ഡെവലപ്പർ ഓക്കെ. ഇനി അടുത്ത ഡെവലപ്പറിൽ മുകളിലായിട്ട് റെക്കോർഡ് മാക്രോ കാണുന്നുണ്ടോ, അതെടുക്കുക. ഇനി നമുക്ക് എന്താ ചോദിച്ചാൽ ഇതേപോലെ നമ്മൾ മാക്രോ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അറിയാം ഓരോ സംഭവങ്ങളും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് അടുത്തത് ക്രിയേറ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് മാക്രോ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് എങ്ങനെ മാക്രോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മാക്രോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് റെക്കോർഡ് മാക്രോയിൽ പോവുക. നമ്മളൊരു മാക്രോ നെയിം കൊടുക്കുക. മാക്രോ നെയിം കൊടുത്ത ശേഷം ഒരു ഷോർട്ട് കീ വാട്ടവർ നമ്മൾ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അത് ഏതാണോ വേണ്ടത് വെച്ചാൽ അതിലത് കൊടുക്കുക. അതിനുശേഷം ദിസ് ബുക്കോ അല്ലെങ്കിൽ അടുത്ത ബുക്കോ ഷീറ്റിലാണോ വേണ്ടത് വെച്ചാൽ ദിസ് വർക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുടങ്ങാം. മുകളിലായിട്ട് കണ്ടോ സ്റ്റോപ്പ് റെക്കോർഡിങ്, നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കഴ്സർ സെല്ലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് നമുക്കത് മാറിക്കിട്ടും, അതേപോലെ വരും കേട്ടോ. സോ ഞാനിത് അതേപോലെ ഞാൻ അറേഞ്ച് ചെയ്തു. ഓർഡർ നമ്പർ, പ്രൊഡക്റ്റ് നെയിം, ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ റൈറ്റ് എന്ന് വെച്ചു. അതിന് കളർ ഫില്ല് ചെയ്തു, അതിന് കോളം കൊടുത്തു. ഒക്കെ സെറ്റല്ലേ? ഇനി നമ്മളെന്താ അടുത്ത കോളത്തിലേക്കത് നമ്മൾ സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളെ മാക്രോ ഓണാണ്. നമുക്ക് ഏതാണ് ഷോർട്ട് കീ അറിയണത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എന്തായിരുന്നു ഡബ്ല്യു, അത് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇവിടേക്ക് വരും. ഇനി അടുത്തത് ഷീറ്റ് എടുത്താൽ അടുത്ത ഷീറ്റിലോട്ട് വരും. ഇത് പറഞ്ഞാൽ നമുക്ക് കോപ്പി പേസ്റ്റോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ കോപ്പി പേസ്റ്റോ വേണ്ട. അല്ലെങ്കിൽ മാക്രോയിൽ പോയിട്ട് റണ്ണ് കൊടുത്താലും മതി. മാക്രോയിൽ പോവുക, മുകളിൽ കാണുക, റണ്ണ് കൊടുക്കുക. അതിൽ VPA കോഡും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് അടുത്ത ഷീറ്റിൽ വരുത്തണോ അങ്ങനെ എന്തെങ്കിലും കോഡിൽ ചേഞ്ച് വരുത്താൽ മതി കേട്ടോ. എങ്ങനെയാണ് ഇതിൽ മാക്രോ എടുക്കുക, അതിൽ സെറ്റിങ്സ് കോഡിങ് എടുത്ത ശേഷം അതിൽ കോഡിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം, ഇപ്പോൾ ക്വാണ്ടിറ്റി ആദ്യം നമ്മൾ പേര് കൊടുത്തില്ല, അല്ലെങ്കിൽ റേറ്റ് ആണ് കൊടുത്ത് നമ്മൾ എമൗണ്ട് ആണത് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഏതിൻ്റെ കോഡാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അവിടെ മാറ്റം വരുത്തും. കണ്ടോ എമൗണ്ട് വന്നത് കണ്ടോ, റേറ്റ് ഇങ്ങനെ എടുത്ത് ബാക്കിയുള്ള ഷീറ്റിലൊക്കെ റേറ്റാണ്, പക്ഷേ നമ്മളിപ്പോൾ കോഡിൽ ചേഞ്ച് വരുത്തി കൊടുത്ത് നമ്മൾ എന്താണ് വന്നത് എമൗണ്ട് ആണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഷോർട്ട് കീയിലും നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. ഇത് നമുക്ക് ഇനി അടുത്തത് സീരിയൽ നമ്പർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് വേണോ നമുക്ക് വ്യത്യാസം വരുത്താൻ നമുക്ക് പറ്റും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മാക്രോൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് റൺ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഇത് നമുക്ക് ഓരോ ഷീറ്റിനനുസരിച്ചിട്ടും നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ കോഡിങ്ങിൽ പോയിട്ട് കോഡിങ്ങിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സിലായില്ലേ? ഇനി എന്താണ് അടുത്തത് നമ്മളെ സ്റ്റെപ്പ് പറയണത്? നമുക്കറിയാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫസ്റ്റത്തെ സെല്ലിനാണ് നമുക്ക് എല്ലാത്തിലും പേസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം നമുക്ക് വേറെ സെല്ലിൽ നമുക്ക് വേറെ ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമുക്ക് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന സംഭവം നമുക്ക് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഈ റെക്കോർഡിങ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെ മാക്രോ എടുക്കുക, അതിൽ പോയി ഡിലീറ്റ് ചെയ്യണം ഓപ്ഷൻ എടുക്കുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഞാനെന്താ വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് റെഫറൻസ് എടുത്ത ശേഷം ഞാൻ റെക്കോർഡ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഷീറ്റിന് പേര് കൊടുത്തു, അതേപോലെ തന്നെ ഷോർട്ട് കീ കൊടുത്തു, ഫേസ്ബുക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ നമ്മൾ റെക്കോർഡിങ് ആട്ടോ. എന്താ ചെയ്തത്? റിലേറ്റീവ് റെഫറൻസ് എടുത്തു. പിന്നെ നമ്മൾ സാധാ പോലെ ചെയ്തു. ഇനി നമുക്ക് എല്ലാം ചെയ്ത് കോളം ഫില്ല് ചെയ്ത് ഒക്കെ ശരിയാക്കി സെറ്റാക്കി ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുത്തു. ഇനി അടുത്ത ഷീറ്റിൽ ഞാൻ കൊണ്ടുപോയിട്ട് എന്താ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാം. അടുത്ത ഷീറ്റ് ഞാൻ പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം എനിക്ക് വേണ്ടത് ഫസ്റ്റത്തെ സെല്ലിലല്ല, ഈ ഒരു സെല്ലിലാണെന്ന് കൂട്ടിക്കോ. എന്ത് ചെയ്യും? ഇതേപോലെ ഞാൻ ഷോർട്ട് കീ അമർത്തി അല്ലെങ്കിൽ റൺ ചെയ്തിപ്പിക്കും. ഇത്രേ ഉള്ളൂ. ഇതാണ് റിലേറ്റീവ് റെഫറൻസിൻ്റെ മറ്റേതും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ നമുക്കൊരു വർക്ക് ബുക്ക് ഉണ്ട്. ഈ വർക്ക് ബുക്ക് കുറേ വർക്ക് ബുക്കിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതേപോലെ ഫോർമാറ്റ് ചെയ്യണം, ഒരേപോലെ ഫോർമാറ്റ് ചെയ്യണം എല്ലാ വർക്ക് ബുക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ നമ്മൾ റിലേറ്റീവ് റെഫറൻസ് എടുക്കുക, നമുക്ക് മാക്രോയിൽ എടുക്കുക, അതിന് സെല്ലിനെയൊക്കെ ഫോർമാറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത ശേഷം സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കുക. സോ ദാറ്റ് ഇനി അടുത്ത സെല്ലിൽ എടുക്കുക, അതേപോലെ തന്നെ ഷോർട്ട് കീ കൊടുക്കുക, അല്ലെങ്കിൽ റൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ മനസ്സിലായില്ല എന്താ സംഭവം? അടുത്തത് ഇതേപോലെ ഒന്നെങ്കിൽ ഷോർട്ട് കീ കൊടുക്കുക, അല്ലെങ്കിൽ മാക്രോസ് എടുത്തിട്ട് റൺ ചെയ്യിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ സേവിങ്സ് അറിയണത് സാധാ ചെയ്യണ പോലെയല്ല, സേവസ് കൊടുക്കുക. അതിന് ശേഷം സേവ് ആസ് ടൈപ്പ് കണ്ടോ, സേവ് ആസ് ടൈപ്പിൽ പോയിട്ട് എന്താ കാട്ടുക,
എക്സൽ മാക്രോ അതെടുക്കുക, അതിൽ സേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ സൈഡും എല്ലാതും ഫോർമാറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ഫോർമാറ്റ് പോലെ കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.